ഹായ് നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചൂട് പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി നല്ല നാടൻ പോത്തിറച്ചി നമ്മൾ വിറകടുപ്പിൽ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളടുത്ത് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ 1.5 കിലോ പോത്തിറച്ചിയുണ്ട്. നമ്മൾ ഇതിനെ ആദ്യം ചെയ്യാനുള്ളത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഇറച്ചിയിലുള്ള ആ ചോര മൊത്തം പോകണം. അത് കണക്കാക്കി നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടി വരും. നല്ല വൃത്തിയായിട്ട് ഒരുപാട് വെള്ളത്തിലിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി വീണ്ടും ഇങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്തെടുക്കാം. ആദ്യം ചേർത്തെടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇഞ്ചിയാണ്. അതേപോലെ വെളുത്തുള്ളിയും അതേപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 സ്പൂണായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചെറിയ ഉള്ളിയും സവാളയും കൂടി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് രമ്പയിലയാണ്. രമ്പയില കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഇലയാണ് രമ്പയില. പിന്നെ വിനാഗിരിയും ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനെ ശരിക്കും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല രീതിയിൽ മസാലയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ശരിക്കും ഇറച്ചിയിൽ നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു 3-4 വിസിലടിപ്പിക്കണം. ഇതാണ് നമ്മൾ ആദ്യത്തെ പണി. 1 ഗ്ലാസ് വെള്ളം അധികം വേണ്ട. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിനെ വെച്ചിട്ട് ഒരു 4 വിസിലടിക്കാൻ കണക്കാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെളിയിൽ അടുപ്പ് കൂട്ടിയിട്ട് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിൽ ആദ്യം ചേർക്കുന്നത് കുറച്ച് തേങ്ങ നമ്മൾ അരിഞ്ഞെടുത്താണ്, നീളത്തിന് അരിഞ്ഞെടുത്താണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൊച്ചുള്ളിയും കൂടി അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ സവാളയും കൊച്ചുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. അതിനുവേണ്ടി ആദ്യം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതിനുകൊണ്ടാണ് അതങ്ങനെ ഇടുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി. അതിനടുത്ത് നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് പരുവത്തിനാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളതിപ്പോൾ മുളക് പൊടിയാണ് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് തുടങ്ങും. കാരണം പുറത്തുള്ള വിറകിലുള്ള തീയായതുകൊണ്ട് തീ കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇറച്ചി വെന്തിരിക്കുന്ന കുക്കറിനകത്തുനിന്ന് ആ വെന്ത വെള്ളം തന്നെ, വേവിച്ചെടുത്ത വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് ഈ ഉള്ളി ഇതെല്ലാം കുറച്ചുകൂടി നല്ല പേസ്റ്റാക്കി എടുക്കാം. പച്ചവെള്ളമൊന്നും നമ്മൾ കോരി ഒഴിക്കണ്ട, കാരണം ഈ വെള്ളം തന്നെ ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ പോത്തിറച്ചീര വേവിച്ചെടുത്ത കുക്കറിനകത്തുള്ള വെള്ളമാണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നീളത്തിൻ്റെ അരിഞ്ഞെടുത്തതാണ്. നേരത്തെ നമ്മൾ പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തിപ്പോൾ നമ്മൾ ഇടുന്നത് നീളത്തിന് അരിഞ്ഞെടുത്താണ്. കാരണം നമ്മളിത് കറി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കടിക്കാനുള്ള പരുവത്തിനാണ് അങ്ങനെ ഇടുന്നത്. അതേപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിനനുസരിച്ച് ഇടാം, ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിടാം. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ടൈറ്റായി വരുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ആ കുക്കറിനകത്തുനിന്ന് നമുക്ക് വെള്ളം മാത്രമായിട്ട് ഒഴിച്ച് ഇതിനെ ലൂസായി കുറച്ചുകൂടി നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പേസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പോത്തിറച്ചി എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പേസ്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് വെന്ത് ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള ഈ വെള്ളം മാത്രം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് തന്നെ ഇനി നമ്മൾ കുറച്ച് ഈ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചും കൂടി ചേർക്കാണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഈ വെള്ളം കൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശരിക്കും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ മേൽഭാഗത്ത് വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിരുന്നത്. ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറയ്ക്കണ്ട. ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഈ കുരുമുളകിൻ്റെ ഇതൊന്ന് പിടിക്കുന്നവരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ളത് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അത് നല്ലതാണ്. ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോല എല്ലാം കൂടി പൊടിച്ചെടുത്ത കുറച്ച് ഗരം മസാല ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയുടെ മേളിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനോട് കൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.